അതെ മേഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ മെഡിസിൻ മുഴുവൻ എൻ്റെ കുഞ്ഞിനുള്ളതാണോ? അതെ. 12 വയസ്സുള്ള കുഞ്ഞിനാണോ ഇത്രയധികം മെഡിസിൻ കൊടുക്കുന്നത്? ഞാനും മെഡിക്കൽ ഫീൽഡിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയധികം മെഡിസിൻ കൊടുക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്ക്? ഈ മെഡിസിനും വേണ്ട, ട്രീറ്റ്മെൻറ്റും എനിക്ക് വേണ്ട. എൻ്റെ മെഡിസിൻ എടുത്തിട്ട് പൈസ റീഫണ്ട് ചെയ്തേക്കാം. മാഡം, ഇതിൽ ഫ്രിഡ്ജിൽ വെക്കുന്ന മെഡിസിൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതൊന്നും റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി മെഡിസിൻസ് റീഫണ്ട് ചെയ്യണോ എന്നുള്ളത് മാഡം ആണേ പറയേണ്ടത്. മാഡത്തിൻ്റെ റൂമിലേക്ക് പോവാം. എക്സ്ക്യൂസ് മീ മാഡം. മാഡം, ഇന്നലെ വന്ന് മാഡത്തെ കണ്ടിട്ട് പോയൊരു പേഷ്യൻ്റ് ആണേ. അവർക്ക് മെഡിസിൻ എല്ലാം റീഫണ്ട് വേണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ കാര്യം? അവർക്ക് 12 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും വലിയ മെഡിസിൻസ് വേണമെന്ന് അവർ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ജേക്കബ് സാറിനോടൊന്ന് ചോദിക്കാം. സാറ് പീഡിയാട്രിക് കൺസൾട്ടൻ്റ് അല്ലേ? ഇതാണേ 12 വയസ്സുള്ള ഒരു കുട്ടിയും. അപ്പോൾ ഈ അഡൽട്ട് ഡോസേജിൽ മരുന്ന് കൊടുത്തത് സേഫ് ആണോ എന്ന് ചോദിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാർ, ഇന്നലെ ഒ പിയിൽ ഞാൻ കണ്ട ഒരു 12 വയസ്സുള്ളൊരു കുട്ടിക്ക് അഡൽട്ട് ഡോസേജിൽ ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ് കൊടുത്തു. ഇപ്പോൾ അത് റിട്ടേൺ ചെയ്യണം, റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ പേരൻസ് വന്നേക്കുകയാണ്. സോ ഐ വോണ്ടഡ് ടു ആസ്ക് യു, ഈ പീഡിയാട്രിക് പേഷ്യൻസിന് അഡൽട്ട് ഡോസേജിലുള്ള മരുന്ന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? സി ഡോക്ടർ ലക്ഷ്മി, ആ പേഷ്യൻ്റ് എത്രയുണ്ട് വെയിറ്റ്? ഷീ വാസ് 69.8 kg. 69 കിലോ ഇല്ലേ? സി 12 വയസ്സുള്ള കുട്ടിക്ക് 24 കിലോ ഉള്ള കുട്ടികളും ഉണ്ട്, ഈ പറഞ്ഞ വെയിറ്റുള്ള 60 കൂടുതൽ വെയിറ്റുള്ള കുട്ടികളും ഉണ്ട്. സോ നമ്മൾ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 24 കിലോ ഉള്ള കുട്ടിക്ക് നമ്മൾ 60 കിലോ ഉള്ള കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അന്നേരം 60 കിലോയ്ക്കുള്ള കുട്ടിക്ക് നമ്മൾ 24 കിലോയുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അത് എഫക്റ്റീവ് ആകത്തില്ല. സോ അതുകൊണ്ട് വെയിറ്റ് വെച്ചാണ് പീഡിയാട്രിക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലാതെ പ്രായത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല.